ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൂടി വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. വചനം നിങ്ങളെ സ്പർശിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരെയും നിറയ്ക്കട്ടെ. ആത്മാവിൻ്റെ മണ്ഡലങ്ങൾ ഇന്നത്തെ ദിവസം തുറക്കപ്പെടട്ടെ. സ്വർഗീയ ദൂതന്മാർ സന്ദേശമധ്യേ നമ്മളെ സന്ദർശിക്കട്ടെ. സ്വർഗീയ ദർശനങ്ങൾ കാണുവാൻ നമ്മുടെ ഹൃദയ കണ്ണുകളെ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിക്കട്ടെ. ശത്രു നമുക്ക് വിരോധമായി ആലോചിച്ച സകല ആലോചനകളും അവൻ നമുക്കെതിരെ ചെയ്ത അസ്ത്രങ്ങളും ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ കത്തി അമരട്ടെ. ഇന്നത്തെ വചനം തീയായി നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കും, പ്രവേശിക്കും എന്ന് ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. നമുക്കെല്ലാവർക്കും റോമർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം. പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. റോമർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ഞാൻ ഈ വചനത്തിൻ്റെ മേൽ കൈവച്ച് ആമേൻ പറയുകയാണ്. പൗലോസ്ലീഹ പറയുന്നു, പകർന്നിരിക്കുന്നുവല്ലോ, പകർന്നിരിക്കുന്നുവല്ലോ, പ്രവേശനം ലഭിച്ചിരിക്കുന്നു. എന്നോട് പറയാമോ? പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നമ്പർ 2, പകർന്നിരിക്കുന്നുവല്ലോ. ഒന്നും കൂടെ, പ്രവേശനം ലഭിച്ചിരിക്കുന്നു, പകർന്നിരിക്കുന്നുവല്ലോ. സംഭവിച്ച 2 കാര്യങ്ങളെ പൗലോസ്ലീഹ വ്യക്തമായി റോമാസഭയ്ക്ക് ഉയർത്തിക്കാണിക്കുമ്പോൾ സംഭവിക്കാവുന്ന കാര്യങ്ങളെ പൗലോസ്ലീഹ പറയാതെ ഇരിക്കുന്നില്ല. വിശ്വാസത്താലുള്ള നീതീകരണത്തിൻ്റെ 10 അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഈ വചനഭാഗം, ഈ 5-ാമത്തെ അധ്യായം സവിസ്തരം പ്രസ്താവിക്കുന്നത്. എങ്കിലും ഇന്ന് ഞാൻ കൃപയിലേക്കുള്ളൊരു പ്രവേശനവും ദൈവ തേജസ്സിനെ തൊടാൻ ഇന്ന് സമയമില്ല. കൃപയിലേക്കുള്ളൊരു പ്രവേശനത്തെക്കുറിച്ച് ഞാൻ പറയാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. പൗലോസ്ലീഹ പറയുകയാണ്, എനിക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. 1. 2, എൻ്റെ മേൽ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നു. ഇന്ന് എത്ര പേർ ദൈവത്തിൻ്റെ കൃപയിൽ ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട്? കൃപ അതൊരു ഭയങ്കര വൈഡ് സബ്ജക്റ്റാണ്. അതൊരു ഭയങ്കരമാകുന്ന, വിശാലമാകുന്ന ഒരു സബ്ജക്റ്റാണ്. അത് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. ഇവിടെ കൃപ എന്നെ പ്രവേശിക്കാൻ കഴിയാത്ത ഒരു കാര്യത്തിലേക്ക് എന്നെ പ്രവേശിപ്പിച്ചു എന്ന് പറയുന്നു. കൃപ എനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ എന്നെ ചെയ്യാൻ ശക്തനാക്കുന്നു എന്ന് ഈ വചനത്തിനകത്ത് പറയുന്നു. കൃപ എനിക്ക് നടക്കത്തില്ല, എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ എന്നെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുന്നു. പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് കൃപയിൽ എന്നെ ആക്റ്റീവാക്കി നിർത്താൻ എന്നെ സഹായിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഇന്നെവിടെയൊക്കെയോ കൃപ ലഭിച്ചു എന്ന് പറയുമ്പോഴും, ആർക്കൊക്കെയോ എൻ്റെ മേൽ കൃപയുണ്ടെന്ന് പറയുമ്പോഴും, ഞാൻ കൃപയിലാണ് ജീവിക്കുന്നതെന്ന് പറയുമ്പോഴും, പല മേഖലകൾക്കകത്തും സാത്താൻ കോഡ് ഉപയോഗിച്ച് ഡീആക്ടിവേറ്റ് ചെയ്തിട്ടിരിക്കുന്ന മേഖലകളെ
ഇന്ന് പകരപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇന്ന് അത് ആക്ടിവേറ്റ് ചെയ്യാൻ സ്വർഗം ഇതിനകത്ത് പുറപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ മങ്ങിക്കിടക്കുന്ന കൃപകൾ, നിങ്ങളുടെ ജീവിതത്തിൽ മങ്ങിക്കിടക്കുന്ന വരങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ മങ്ങിക്കിടക്കുന്ന ദൈവശക്തി, നിങ്ങളുടെ ജീവിതത്തിൽ മങ്ങിക്കിടക്കുന്ന പ്രാർത്ഥനകൾ, നിങ്ങളുടെ ജീവിതത്തിൽ മങ്ങിക്കിടക്കുന്ന റെവലേഷനുകൾ, ഇതിന്മേലെല്ലാം ദൈവത്തിന്റെ കൃപ നിന്റെ ജീവിതത്തിൽ പകർന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഡീആക്ടിവേറ്റ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മേഖലകളെ റീഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. Holy Spirit in arena siful mahazira kayo. Hori bada shamdane. Amen. ഒരു ആക്ടിവേഷൻ. See, വചനം പറയുന്നു ഞാൻ കൃപയിൽ പ്രവേശിച്ചു. എടോ, കൃപയിൽ പ്രവേശിച്ചാൽ കൃപയുടെ മഹത്വവും ശക്തിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇവിടെ കൃപയിൽ പ്രവേശിച്ചു എന്ന് ഒന്നുകൂടെ വചനം ഒന്ന് വായിക്കാം നമുക്ക്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നാം നിൽക്കുന്ന ഈ കൃപ, അത് നാം നിൽക്കുന്ന കൃപയിലേക്ക് എന്ന് വേണമെങ്കിൽ പൗലോസിന് പറയാം. പക്ഷേ അവിടെ പോൾ ഉപയോഗിക്കുന്ന ഒരു വേർഡ് എന്ന് പറയുന്നത് ഈ കൃപ. എന്താണ് ഈ കൃപ? അപ്പോൾ ഞാൻ നിൽക്കുന്ന കൃപ എന്ന് പറയുന്നത് അതൊരു മനുഷ്യൻ എന്നോട് തോന്നുന്ന ഒരു കൃപയല്ല. മനുഷ്യൻ എന്നോട് ഒരു പക്ഷേ സിമ്പതി, ഒരു തരം അയ്യോഭാവം, അതാകുമ്പോൾ ദൈവത്തിന് തോന്നുന്ന കൃപ അത് സിമ്പതിയല്ല, അതൊരു ലവാണ്. അത് നമ്മളോടുള്ളൊരു വല്ലാത്ത പ്രണയമാണ്. ആ പ്രണയം മൂലം ദൈവത്തിന് തോന്നുന്ന ഒരു കൃപ. വചനം പറയുന്നത് എനിക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു, പ്രവേശനം ലഭിച്ചു. അപ്പോൾ എനിക്ക് ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒന്നിലേക്ക്, എനിക്ക് സ്വന്തമാകാൻ സാധ്യതയില്ലാത്ത ഒന്നിലേക്ക്, ഞാൻ ക്വാളിഫൈഡ് അല്ലാതിരുന്ന ഒന്നിലേക്ക് എന്നെ ക്വാളിഫൈഡ് ആക്കി കയറ്റിയ ഒരു പ്രവേശനം. അത് ഗ്രീക്ക് വാക്ക് പറയുന്നത് പ്രോസഗോഗെ എന്നാണ് പറയുന്നത്. പ്രോസഗോഗെ. ആ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്നെ സജ്ജമാക്കി എന്നെ പ്രവേശിപ്പിച്ചു. എനിക്ക് പ്രവേശനം ലഭിച്ചു. ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റിലല്ല, ഓൾറെഡി എനിക്ക് അപ്രൂവ് ആയ കാര്യമാണ്. കാരണം കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് എനിക്ക് പിതാവിനെ പരിചയപ്പെടുത്തിയത് ഒരു ഇന്റർവ്യൂയും തമ്മിലുള്ള ഒരു ബന്ധമായിട്ടല്ല. എന്നെ പരിചയപ്പെടുത്തിയത് ആ കുടുംബത്തിലെ അംഗമാണെന്നുള്ള രീതിയിലാണ്. അതിനെയാണ് ഈ പ്രോസഗോഗെ എന്ന പദം ഉപയോഗിക്കുന്നത്. പ്രൈസ് ടു ജീസസ്. പുറത്തുള്ളൊരു വ്യക്തി എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇതെൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ആ പരിചയപ്പെടുത്തലിനെ, അല്ലെങ്കിൽ ഇതെൻ്റെ ഫ്രണ്ടാന്ന് പറയുമ്പോൾ ഞാൻ പറയും നമുക്ക് വീട്ടിൽ ഇരുന്ന് സംസാരിക്കാം, അകത്ത് സംസാരിക്കാം, ഞാൻ അകത്തേക്ക് കയറ്റി. ആ പ്രവേശനം ഒരിക്കലും എനിക്ക് പ്രോസഗോഗെ എന്നുള്ള വാക്കിനകത്ത് എനിക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല. അത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനൊരു പരിഗണന കൊടുത്തു എന്ന് പറഞ്ഞ് ആജീവനാന്തകാലം എൻ്റെ വീട്ടിൽ കയറി താമസിക്കാൻ ഞാൻ അവസരം കൊടുത്തിട്ടില്ല. പക്ഷെ ഇവിടെ പ്രോസഗോഗെ എന്ന പദം കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് ഈ ബൈബിളിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതൊരു ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പനും മക്കളും തമ്മിലൊരു ബന്ധം. നിങ്ങളുടെ മക്കളെ വിവാഹം കഴിച്ച് നിങ്ങൾ മറ്റൊരു വീട്ടിൽ അയച്ചു, മേലാൽ ഇങ്ങോട്ട് വന്നു പോകരുത് എന്ന് പറഞ്ഞാണോ നിങ്ങൾ അവരെ അയക്കുന്നത്? അല്ല. ഇനി എപ്പോൾ വരുന്നെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടേ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാണോ നിങ്ങൾ അയക്കുന്നത്? അല്ല. എപ്പോ വേണേലും, ഏത് പാതി രാത്രിയിൽ വേണേലും നിങ്ങൾക്ക് വാതിൽക്കൽ വന്നു നിന്ന് മുട്ടാം. ആ പ്രവേശനത്തിനുള്ള അധികാരം കൊടുത്തിരിക്കുന്നു. പ്രോസഗോഗെ. ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. കമാൺ. ഈ സെക്കൻഡിൽ ഈ വചനം കേട്ടോണ്ടിരിക്കുന്ന വ്യക്തികൾ ഈ മെസ്സേജ് തുടങ്ങിയപ്പോൾ കേട്ടോണ്ടിരുന്ന സ്ഥലത്തല്ല നിൽക്കുന്നത്.
എൻ്റെ കൂടെ ചിന്തിച്ചെങ്കിൽ, ഞാൻ പറഞ്ഞത് മുഴുവനായി ഗ്രഹിച്ചെങ്കിൽ, നിങ്ങൾക്ക് കർത്താവ് അതിനുള്ള ഹൃദയം തുറന്നു തന്നെങ്കിൽ, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് മെസ്സേജ് തുടങ്ങിയ സമയത്തുള്ള ആ സ്പോട്ടിലല്ല. നിങ്ങളിപ്പം നിൽക്കുന്നത് ഒരധികാരമുള്ള ലെവലിലാണ്. കാരണം ഞാൻ നിൽക്കുന്നത് അവൻ മൂലം ഈ കൃപയിലേക്ക് എനിക്ക് പ്രവേശനം ലഭിച്ചു എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ കൃപയ്ക്കുള്ളിലാണ് നിൽക്കുന്നത്. ഈ സത്യം സാത്താൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവന് നിങ്ങളുടെ മേൽ കോഡ് ഉപയോഗിച്ച് നിങ്ങളെ ബന്ധിക്കാൻ പറ്റത്തില്ല. കൃപ അതിനെ പൊട്ടിക്കും. കൃപ അതിനെ പൊട്ടിക്കും. കൃപയുടെ ശക്തി അതിനെ പൊട്ടിക്കും. ദൈവത്തിന്റെ കൃപ സുഹൃത്തെ താങ്കളുടെ മേൽ വന്നതുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് താങ്കളുടെ മേൽ വന്നത്. ദൈവത്തിന്റെ കൃപ താങ്കളുടെ മേൽ വന്നതുകൊണ്ടാണ് നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നു തന്നത്. കൃപ മുദ്രയിട്ട വ്യക്തികളെയാണ് പരിശുദ്ധാത്മാവ് നിറയ്ക്കുന്നത്. ഒരു പകർച്ച നിങ്ങളുടെ മേൽ ഉണ്ടായതിന്റെ കാരണം നിങ്ങൾ ആ കൃപയ്ക്ക് കൂട്ടവകാശികളായതുകൊണ്ടാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. ഒരാമേൻ പറഞ്ഞേ, നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഒന്നുകൂടെ, നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. 5-ാമത്തെ അധ്യായം. Therefore, since we have been justified by faith, we have peace with God through our Lord Jesus Christ. കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഞാൻ ചില മേഖലകൾക്കകത്ത് നിന്ന് സേവ് ചെയ്യപ്പെട്ട വ്യക്തിയാണ്. എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഒരു ഡെലിവറൻസ് നടന്നതുകൊണ്ടാണ് ഞാൻ ഈ കൃപയ്ക്കകത്തേക്ക് വന്നതെന്ന് നിങ്ങൾ എത്ര പേർ തിരിച്ചറിയുന്നു? ഒരു ഭയങ്കര വലിയൊരു പ്രോസസ്സിലൂടെയാണ് സുഹൃത്തെ ഞാൻ ക്രിസ്തുവിലേക്ക് വന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങളും ക്രിസ്തുവിൽ വന്നിരിക്കുന്നത്. എന്നാൽ ഈ സത്യം അല്ലെങ്കിൽ ഈ പ്രോസസ്സിനെ കുറിച്ച് പലരും തിരിച്ചറിയാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എപ്പോഴും നമ്മൾ ഭൗതിക അനുഗ്രഹങ്ങളുമായി, മെറ്റീരിയൽ ബ്ലെസ്സിങ്സുമായി നമ്മൾ ദൈവത്തിൻ്റെ മറുപടികളെയും പ്രവർത്തനങ്ങളെയും താതാത്മ്യപ്പെടുത്തി നോക്കുന്നത് കൊണ്ടാണ്. ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഒരു ഭയങ്കര വല്ലാത്തൊരു കത്തൽ എൻ്റെ ഉള്ളിലുണ്ടായി. നിങ്ങൾ ഈ വചനം ഒന്ന് നോക്കിയേ. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ്. സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു. ആർക്കാണ് കൃപ വർക്ക് ചെയ്യാത്തെന്നറിയാവോ? പ്രത്യാശ നഷ്ടപ്പെട്ടവർക്കാണ്. ആർക്കാണ് പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ അന്യഭാഷ പറയാനും കൈയടിക്കാനും മാത്രമുള്ളതാണെന്ന് തോന്നുന്നതെന്നറിയാമോ? പ്രത്യാശ നഷ്ടപ്പെട്ടവർക്കാണ്. ഞാൻ മുമ്പോട്ട് പറയുന്ന കാര്യം ഭയങ്കര പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ്. മുമ്പോട്ട് പറയാൻ പോകുന്ന കാര്യം, വചനം പറയുന്നു, ഒരു വ്യക്തിയെ സിദ്ധനാക്കി മാറ്റുന്നത്, ഒരു വ്യക്തിയെ ദൈവ തേജസ്സിന്റെ അളവോളം സിദ്ധനാക്കി മാറ്റുന്നത്. ദൈവ തേജസ് എന്ന് പറയുന്നത് എനിക്ക് ഇന്നും പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല, ഈ വർഷവും പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് തിരിയുന്നില്ല. ആ വചനം നിങ്ങളൊന്ന് പലവട്ടം വായിക്കണം. മോർ ദാൻ ദാറ്റ് വി റിജോയ്സ് ഇൻ അവർ സഫറിംഗ്സ്, നോയിങ് ദാറ്റ് സഫറിംഗ് produces endurance, and endurance produces character, and character produces hope. Hey, character produces hope. മോനെ, പ്രൊഡക്ഷൻ പലതും ജീവിതത്തിൽ നിന്ന് പോയത് കൊണ്ടാണ് യേശുക്രിസ്തുവിനെ തേടിപ്പോയത്. പ്രൊഡക്ഷൻ പലതും നിന്നു പോയത് കൊണ്ടാണ്.
പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് പറ്റാത്തത് കൊണ്ടാണ്. നമ്മളെയും കൊണ്ട് അങ്ങോട്ട് നടക്കില്ല എന്ന് നമ്മൾ തന്നെ അങ്ങ് ഉറച്ച മട്ടിലായത് കൊണ്ടാണ് നമ്മൾ യേശു കർത്താവിന്റെ അരികിലേക്ക് തിരിഞ്ഞത്. അല്ല, ആരോ വന്ന് പറഞ്ഞു നിങ്ങൾ യേശു ക്രിസ്തുവിലാകുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വിടുതലുണ്ട്. എന്നാ പിന്നെ അവസാനത്തെ പിടിവള്ളി അത് തന്നെ എന്ന് പറഞ്ഞ് നമ്മൾ അതിലേക്കായത്. പക്ഷേ കൃപയിലായ ഒരു വ്യക്തിയെക്കുറിച്ച് ബൈബിൾ പറയുന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വാക്കാണ്. കൃപയിലായ ഒരു വ്യക്തിയെക്കുറിച്ച് ബൈബിൾ പറയുന്ന വാക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വാക്കാണ്. കാരണം എല്ലാവർക്കും കഷ്ടത എന്ന് പറയുന്നതും കണ്ണുനീരെന്ന് പറയുന്നതും പോരാട്ടങ്ങൾ എന്ന് പറയുന്നതും പ്രത്യാശയില്ലായ്മ എന്ന് പറയുന്നതും പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നു എന്ന് പറയുന്നതും ഒക്കെ നഷ്ടങ്ങളാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇനി അതിന്റെ മുകളിൽ ഒന്നില്ല എന്ന് പറയുകയാണെങ്കിൽ, കൃപയിൽ കിടക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ പറയുന്ന വേർഡിന് ഭയങ്കര ശക്തിയുണ്ട്. കാരണം കൃപയിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കഷ്ടത വരത്തില്ലെന്ന് പറയുന്നില്ല, സഹിഷ്ണുതയുടെ അനുഭവം ഉണ്ടാകത്തില്ലെന്ന് പറയുന്നില്ല. കൃപയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് സകലതും അവനിൽ തന്നെ ഉളവാക്കിയെടുക്കത്തക്ക നിലകളിൽ ദൈവം മാറ്റിവിടും. ഞാനൊരു ശരിയായ രീതിയിൽ ഒരു പദം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തിരിവ് ഒരു കൃപയിൽ നിൽക്കുന്ന ജീവിക്ക് ഒരു വ്യക്തിക്ക് പ്രതീക്ഷിക്കാൻ അവകാശമുണ്ട്. ഞാൻ അത് ഇംഗ്ലീഷിൽ വായിക്കാം, കാരണം മലയാളത്തിൽ ഇങ്ങനെയാണ് കിടക്കുന്നത്. അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ്. യെസ്, ഉളവാക്കുന്നു, ശരിയാണ്. പക്ഷേ ഇംഗ്ലീഷ് വാക്ക് കുറച്ചുകൂടെ നമുക്ക് അതിനൊരു പഞ്ച് തരുന്നൊരു രീതിയിൽ എനിക്ക് തോന്നുന്നു. ഫോർ മോർ ദാൻ ദാറ്റ് വി റിജോയ്സ് ഇൻ അവർ സഫറിങ്സ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ? പറ്റും. അല്ലെ, കൃപയിലിരിക്കുന്ന വ്യക്തിക്ക് പറ്റുന്ന പൗലോസ് പറയുന്നത് വി റിജോയ്സ് ഇൻ അവർ സഫറിങ്സ്. നമ്മുടെ കഷ്ടതയുടെ സമയങ്ങളിൽ നമ്മൾ സന്തോഷിക്കുന്നു എന്നുള്ളതല്ല, വല്ലാതെ ആനന്ദിക്കുന്നു എന്നുള്ളതാ പറയുന്നത്. ഒരുതരം ആഹ്ലാദം, കഷ്ടതയുടെ അകത്ത് ആഹ്ലാദം. ഇത് തന്നെയല്ലേ പൗലോസും പറഞ്ഞത്? തന്റെ ശൂലം തന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാൻ ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ പറയുക, ഞാൻ എൻ്റെ കൃപ നിനക്ക് മതിയെന്ന്. ആ കൃപയുള്ളത് കൊണ്ട് പൗലോസ് പറയുക, ഞാൻ എനിക്ക് എൻ്റെ ബലഹീനതകളിൽ ഞാൻ സന്തോഷിക്കുന്നു. ഈ പരിശുദ്ധാത്മാവ് എവിടെയാണ് ആവശ്യമെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കൈയടിക്കാനല്ല പരിശുദ്ധാത്മാവ് ആവശ്യമെന്ന്. പ്രധാനപ്പെട്ട പരിശുദ്ധാത്മാവ് ആവശ്യം എവിടെയാണെന്ന് ചോദിച്ചാൽ, മക്കളെ, വചനത്തെ ശരിയായ രീതിയിൽ ഗ്രഹിക്കാനും അത് നമ്മൾ ആ വചനം പഠിപ്പിക്കുന്ന സമയത്ത് അത് അതിൻ്റെതായ ഉള്ളടക്കത്തോടുകൂടി അല്പം പോലും മിസ്സാകാതെ എടുക്കാനുള്ള കൃപയ്ക്കുമാണ് പരിശുദ്ധാത്മാവ് ആവശ്യം. വേർഡ് അകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ നടക്കേണ്ടത് നടന്നോളൂ. പിന്നെ നമുക്കവിടെ റോളില്ല. നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങളൊരു ബാറ്ററി ഇട്ട് ഓടുന്ന ഒരു കാറ് മേടിച്ചു കൊടുത്തു. ബാറ്ററി കിടക്കുന്ന റിമോട്ടിലാണ്, കാറിലും ബാറ്ററി. റിമോട്ട് കൊണ്ടാണ് അതിനെ നിയന്ത്രിപ്പിക്കുന്നത്. ബാറ്ററി അകത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിരൽ മുഴുവൻ കുത്തിപ്പൊട്ടിച്ച് അതിൻ്റെ കീ മുഴുവൻ കളയുന്നതല്ലാതെ സംഭവം ഓടില്ല. പക്ഷെ അകത്ത് ബാറ്ററി ഇട്ട് കൊടുത്താൽ പിന്നെ നിങ്ങൾ ജസ്റ്റ് തമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യേ വേണ്ടു, സാധനം പോവേണ്ട പോലെ പോവില്ല. അത് നിങ്ങൾ പുറകെ പോയി ഉന്തി കൊടുക്കുമോ? ഇല്ല. കാരണം അകത്ത് തന്നെ അകത്ത് ചാർജ് ഉണ്ട്. ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഇതേപോലെ ആട്ടിക്കഴിഞ്ഞാൽ ആ സാധനം പോകത്തില്ല. കാര്യം എന്താ? അകത്ത് ചാർജ് ഇല്ലാണ്ടായി പോയി. അന്നേരം എന്തോ ചെയ്യും? ഒന്നുകിൽ പുതിയ ബാറ്ററി ഇടും, അല്ലെങ്കിൽ റീചാർജ് ചെയ്തിട്ട് വീണ്ടും ഉപയോഗിക്കും. ഇത് തന്നെയാണ് കാര്യം. കഴിഞ്ഞ മാസം കേട്ട വചനത്തിനകത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു മാസമൊക്കെ ഓടാൻ പറ്റും. പക്ഷെ അടുത്ത മാസത്തെ ജീവിതത്തിന് അന്ന് കുടിച്ച കഞ്ഞിയുടെ ബലത്തിൽ ജീവിക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? ടോപ്പപ്പ് ചെയ്ത് കൊടുക്കണം. എന്നതുപോലെയാണ് വചനത്തിൻ്റെ കാര്യം. പരിശുദ്ധാത്മാവ് നമുക്ക് പകർന്നിരിക്കുന്നുവല്ലോ എന്ന് പൗലോസ് പറഞ്ഞതിൻ്റെ കാര്യം, പരിശുദ്ധാത്മാവും ഉണ്ട്, കൃപയും ഉണ്ട്. എന്നാൽ പിന്നെ കണ്ണും പൂട്ടി ജീവിക്കുക എന്നുള്ള രീതിയല്ല. പകർന്നിരിക്കുന്നതിനകത്തുനിന്നൊരു പ്രൊഡക്ഷൻ നടക്കണം. യേശുവിന്റെ നാമത്തിൽ. ഇന്ന് അനേകർ വചനത്തെ കേൾക്കുന്നുണ്ട്, പക്ഷെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല. അനേകർ കിട്ടാവുന്നിടത്തോളം
എവിടുന്നൊക്കെ പോയി മേടിക്കാമോ അവിടുന്നെല്ലാം പോയി വചനവും പരിശുദ്ധാത്മാവും കൃപയും ഒക്കെ വാങ്ങുന്നുണ്ട്. പക്ഷേ പ്രൊഡക്ഷൻ നടക്കുന്നില്ല. നിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റിനെ തന്നെ ബന്ധിച്ചിരിക്കുന്ന എന്തോ ഒരു സംഭവമുണ്ട്. ഇന്ന് പകരപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ആ ബന്ധനത്തെ പൊട്ടിച്ച് പുറത്തു വരുവാൻ ചിലരെ സ്വർഗം തൊടുകയാണ്. സ്വർഗം തൊടുകയാണ്. അതൊരു ബന്ധനമാണ്. കൃപയുണ്ടെങ്കിലും പരിശുദ്ധാത്മാവുണ്ടെങ്കിലും മാറ്റം ജീവിതത്തിൽ സംഭവിക്കുന്നില്ലെങ്കിൽ ബന്ധനമാണ്. ഞാൻ ആ വാക്കൊന്ന് വായിക്കട്ടെ, നിങ്ങൾ കേട്ടെ. നിങ്ങൾ ആ ഇംഗ്ലീഷ് വാക്ക് തന്നെ നിങ്ങളൊന്ന് കേട്ടെ. More than that, we rejoice in our sufferings, knowing that suffering produces endurance. Suffering produces endurance and endurance produces character. ഇതെന്ത് ക്യാരക്ടറിനെ കുറിച്ചാണ് ഈ പൗലോസ് പറയുന്നത്? കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും എന്നാണ് നമ്മൾ വായിച്ചത്. സിദ്ധത പ്രത്യാശയെയും. ഇതെന്ത് ക്യാരക്ടറിനെ കുറിച്ചാണ് പോൾ അവിടെ ഉദ്ദേശിക്കുന്നത്? എന്ത് ക്യാരക്ടറാണ് ഇത്? ഒരു ഹ്യൂമൻ ക്യാരക്ടറിനെ കുറിച്ചല്ല പൗലോസ് പറയുന്നത്. അപ്പൊ പിന്നെ മറ്റെന്തോ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പൗലോസ് ഉദ്ദേശിക്കുന്നു. ഒരു ഹ്യൂമൻ ക്യാരക്ടറിന് കൃപ എത്രത്തോളം ആവശ്യമുണ്ട്? എനിക്ക് അത്ര പിടുത്തം പോരാ. ഒരു ഹ്യൂമൻ ക്യാരക്ടർ കൃപയിൽ വർക്കൗട്ട് ചെയ്യുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൃപയിലല്ല ഒരു ഹ്യൂമൻ ക്യാരക്ടർ വർക്കൗട്ട് ചെയ്യുന്നത്. പക്ഷെ കൃപ വർക്കൗട്ട് ആകുന്നത് സഫറിങ്സിന്റെ ടൈമിലാണ്. ഈ പിരിമുറുക്കത്തിന്റെ നടുവിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ നമ്മളെ നന്നായിട്ട് അംഗീകരിക്കേണ്ട ഒരു വ്യക്തി പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ സംസാരിച്ച് നമ്മളെ അങ്ങ് വാക്കുകൊണ്ട് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി, നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ആ വ്യക്തിയുടെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് കേൾക്കുന്നത്. പിന്നെ നമുക്ക് എത്രത്തോളം റിജോയ്സ് എന്നൊരു അനുഭവത്തിൽ നമുക്ക് വരാൻ പറ്റുന്നുണ്ട്. ഞാനിത് എൻ്റെ തന്നെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു വാക്കാണ്. എൻ്റെ തന്നെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു വാക്കാണ്. ശുശ്രൂഷകന്മാരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ മുമ്പോട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് അതുപോലെ ആകാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ചാട്ടെ. എന്നെ ഒരു സ്ഥലത്ത് മീറ്റിങ്ങിന് വിളിച്ച് ഞാൻ അവിടെ മീറ്റിങ്ങിന് പോയി. ഞാൻ വളരെ പ്രാർത്ഥിച്ചു ഒരുങ്ങി വളരെ ധൈര്യത്തോടെ പോവുകയാണ്. കർത്താവ് എന്നെ പഠിപ്പിച്ചൊരു കാര്യമാട്ടോ, വേദിയാണ്. എന്നെ പഠിപ്പിച്ച ഒരു പുതിയൊരു സിലബസാണത്. അപ്പോൾ ഞാനവിടെ സന്തോഷമായിട്ട് പോയി. എന്നെ ഒരു പാസ്റ്റർ റെഫർ ചെയ്തിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പോൾ അദ്ദേഹം എൻ്റെ ശുശ്രൂഷ കണ്ടിട്ടില്ല, എനിക്ക് എന്ത് ശുശ്രൂഷയാണെന്നൊന്നും അറിയത്തില്ല. ഇദ്ദേഹത്തിൻ്റെ ചർച്ചയിൽ ഞാൻ പോയപ്പോൾ അസാധാരണമായി ദൈവം ഉപയോഗിച്ചു എന്നുള്ള ഒരു കെയർ ഓഫിലാണ് എന്നെ അദ്ദേഹം അങ്ങോട്ടേക്ക് വിട്ടത്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ വളരെ ഒരുങ്ങിയൊക്കെ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കുകയാണ്. എനിക്ക് ടൈം കിട്ടുമ്പോൾ ചെല്ലണം, കർത്താവ് പറഞ്ഞത് ജനത്തിന് കൊടുക്കണം, സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ പുള്ളി അങ്ങോട്ട് പാട്ടും കൊട്ടുമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ചാടി എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, കഴിഞ്ഞ നമ്മുടെ മധ്യത്തിൽ ഇങ്ങനെ ഒരു ദേവദാസനുണ്ട്, അദ്ദേഹം വന്നിട്ടുണ്ട്, അദ്ദേഹത്തെ എനിക്ക് അറിഞ്ഞൊന്നും കൂടാ, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ഞാൻ കണ്ടിട്ടൊന്നുമില്ല, നമുക്ക് വേണ്ടപ്പെട്ട ഒരു പാസ്റ്റർ നിർദ്ദേശിച്ചിട്ട് നമ്മൾ അദ്ദേഹത്തെ വിളിച്ചു എന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ദൈവദാസന്മാർ അതിശക്തമായി ഉപയോഗിക്കപ്പെട്ടു. എന്തോ ദൂത അവരൊക്കെ പറഞ്ഞത്. ഒരു കാലം ഞാൻ പ്രവചന ശുശ്രൂഷ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. ഇപ്പോൾ പിന്നെ ഞാൻ അതിന് പ്രവചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ വന്നു. കാരണം വചനത്തിന് ഞാൻ പ്രാധാന്യം കൊടുത്തു. ഇപ്പോൾ ഞാൻ കൊതിക്കുന്നു ഇതുപോലെയൊക്കെ ഒന്ന് പ്രവചിക്കാൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തള്ളുവാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, ഇന്നലെ വന്ന ദൈവദാസൻ അസാധാരണമായി ഉപയോഗിക്കപ്പെട്ടു, കർത്താവിൻ്റെ ദാസനെ ദൈവം ഉപയോഗിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വല്ലാത്ത ഒരു നെഗറ്റീവ് അന്തരീക്ഷം അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടിട്ട് പുള്ളി അങ്ങ് ഇരുന്നു. ഞാൻ മാനസികമായി അങ്ങ് ഉള്ളിലോട്ട് വലിഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണം, കൃപ എൻ്റെ മേലുണ്ടെന്ന് ഞാൻ അന്ന് പറയുകയാണ്, കൃപ എൻ്റെ മേലുണ്ട്. പക്ഷെ പ്രൊഡക്ഷൻ നടന്നില്ല. അതെന്താ അങ്ങനെ ഞാൻ പറഞ്ഞേ? കൃപ എൻ്റെ മേലുണ്ടെങ്കിൽ അയാളുടെ വാക്കാണോ എൻ്റെ മിനിസ്ട്രിയെ പൊക്കുന്നേ? കൃപ എൻ്റെ മേൽ കിടപ്പുണ്ടെങ്കിൽ പുള്ളി ഇന്നലെ വന്ന ആൾ ഉപയോഗിക്കപ്പെട്ടു, പ്രവാചകനായിരുന്നു, ഇയാൾ അത്രത്തോളം ഒന്നും കണ്ട കോളിന് ഉപയോഗിക്കപ്പെടുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പം എന്നെ ആ വാക്ക് സ്വാധീനിക്കുമോ? ഞാൻ പറയുന്നത് പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം പോയ ചർച്ചിൽ ഭയങ്കരമായിട്ട് പ്രവചിച്ച ഒരു വ്യക്തിയാന്ന് പറഞ്ഞിട്ട് ആ പരിശുദ്ധാത്മാവ് എന്തിയെ, ആ കൃപ എന്തിയെ, എൻ്റെ ശുശ്രൂഷ എന്തി? സത്യം തുറന്നു പറയാമല്ലോ, മിനിസ്ട്രി വെളിപ്പെട്ടില്ല. കാരണം അയാൾ വാക്കുകൊണ്ട് ദൈവം അവിടെ അയച്ച ഒരു വ്യക്തി
വ്യക്തിയെ പ്രയോജനപ്പെടാത്ത രീതിയിൽ ആദ്യം തന്നെ ഒരു മറ സൃഷ്ടിച്ചു. പ്ലസ് എന്നിലുള്ള വിശ്വാസത്തെ, എൻ്റെ സെൽഫ് കോൺഫിഡൻസ് പോലും അവിടെ അങ്ങ് ബ്ലോക്ക് ചെയ്യപ്പെട്ടു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ കൃപയിൽ ഞാൻ വിശ്വസിച്ചു ഇല്ല. ഞാൻ അങ്ങ് എൻ്റെ ജഡത്തിനകത്തേക്ക് ഞാൻ അങ്ങ് ഒതുങ്ങി. എൻ്റെ കോംപ്ലക്സും എല്ലാം കൂടെ അവിടെ വർക്കൗട്ടായി. പയ്യോ പുള്ളി എന്തോ പരിപാടിയായി കാണിച്ചത്. ആത്മാവിൽ നല്ലൊരു ആരാധനയൊക്കെ വെളിപ്പെട്ട് ശരിക്കും നേരെ ഇയാൾ ഒന്നും പറയേണ്ടായിരുന്നു. എന്നെ പിടിച്ച് മൈക്കേൽപ്പിച്ചെങ്കിൽ ഞാൻ അവിടെ പ്രസംഗിച്ച് ദൈവം അവിടെ പ്രവർത്തിച്ചേനെ. അതിന് പകരം അവിടെ ആകെ ഇന്നലെ വന്നവരെ പൊക്കി, വന്നിരിക്കുന്ന വ്യക്തിയെ താഴ്ത്തി, ഇയാളെ കർത്താവ് പൊക്കിയാ പൊങ്ങൂ എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവിടെ ഒരു നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് പുള്ളി അവിടെ ഇരുന്നിട്ട് എന്നെ പിടിച്ച് എഴുന്നേപ്പിച്ച വല്ലതോടെ നടക്കും. പക്ഷേ നടന്നേനെ. ഇന്ന് ഞാൻ ഈ പ്രാപിച്ചിരിക്കുന്ന റെവലേഷനിൽ കൃപ എൻ്റെ മേൽ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന്, ഈ സഫറിങ്സ് എനിക്കൊരു റിജോയ്സിനുള്ള കാരണമായി മാറുമെന്ന്, ഈ നെഗറ്റീവ് വാക്ക് എന്നിലത്തെ പോസിറ്റിവിറ്റിയെ ഉണർത്തുമെന്ന്, അതിനു വേണ്ടുന്ന കൃപയും പരിശുദ്ധാത്മാവും എൻ്റെ മേൽ പകർന്നിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു എങ്കിൽ, വചനം പറയുന്നു, വിശ്വാസത്താൽ നമുക്ക് ഈ കൃപയിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. പ്രോസഗോഗേ, പ്രവേശനം പ്രോസഗോഗേ ലഭിച്ചിരിക്കുന്നു. ഇത് അദ്ദേഹം തുറന്നിട്ട് ഇന്ന് വന്ന കർത്താവിൻ്റെ ദാസനെ ദൈവം തീ പോലെ ഉപയോഗിക്കും, ശക്തമായി ഉപയോഗിക്കും എന്ന് പറഞ്ഞ് തുറന്നിട്ട് തരണമെന്നില്ല. ഇവിടെ പ്രോസഗോഗേ എന്ന് പറയുന്നു, പ്രവേശനം ലഭിച്ചു എന്ന് പറഞ്ഞാൽ പ്രവേശനം ലഭിച്ചു എന്ന് തന്നെ. ഹല്ലേലൂയ. സുഹൃത്തേ, നിന്റെ ആത്മീയ ജീവിതത്തെ നോക്കി പലതും വിലയിരുത്തുമ്പോൾ അതൊന്നും അല്ല. ദൈവം നിങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ശരിയായ രീതിയിലൊന്ന് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ദൈവം തന്ന കൃപയെ ഉപയോഗിക്കുക. ദൈവം തന്ന കൃപയെ ഉപയോഗിക്കുക. നമ്മളൊക്കെ പലരും ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്, നിങ്ങളിൽ എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കൃപയുണ്ടെന്ന് അറിയാവോ? പക്ഷെ നിങ്ങളിൽ പലരും ഉൾവലിയന്മാരാണ്. വിഷമം തോന്നരുത് കേട്ടോ എന്നോട്. ഉൾവലിയന്മാരാണ്. കഴിഞ്ഞ ദിവസം തന്നെ എത്രയോ ദിവസങ്ങളിൽ മീറ്റിങ്ങുകളിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾ മറ്റെന്തൊക്കെയോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നു. കൃപ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന നിങ്ങൾ പറയുന്നത്? അല്ല, ദൈവം എങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്ന പറയുന്നത്? നിങ്ങൾ ഇരിക്കുന്ന വീട്ടിൽ നിന്ന് നിങ്ങളെ എടുത്ത് ഒരു രോഗിയുടെ വീട്ടിൽ കൊണ്ടിരുത്തിയിട്ട് ഇന്നാ പ്രാർത്ഥിര്, അവിടുന്ന് പിന്നെ പൊക്കിയെടുത്ത് പിന്നെ ഒരു സ്റ്റേജിൽ കൊണ്ട് നിർത്തിയിട്ട് മൈക്കും എടുത്ത് കൈ തന്നിട്ട് ഇന്നാ പ്രസംഗീര്, അവിടുന്ന് പിന്നെ പൊക്കിയെടുത്ത് നിങ്ങളെ ദുബായിൽ കൊണ്ടിട്ടിട്ട് ഇന്നാ പ്രവചീര് എന്ന് പറയുമോ ദൈവം? എഫദ ഇൻ ജീസസ് മിനിസ്ട്രീസിന്റെ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നവർക്കായിട്ടാണ് ഞാൻ ഈ സന്ദേശം കൊടുക്കുന്നത്. നമ്മുടെ ഈ കൂട്ടായ്മയിൽ മെസ്സേജുകൾ കാണുകയും ഇതിലത്തെ ടീച്ചിങ്സും ഇതിലത്തെ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തികൾക്കാണ് ഞാൻ ഈ സന്ദേശം കൊടുക്കുന്നത്. ഹല്ലേലൂയ. See, the word says, we rejoice in our sufferings, knowing that sufferings produces endurance. Endurance produces character. ഞാൻ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്, ദൈവം നമുക്ക് അവസരം തരും. യൂസ് ചെയ്യണം. പക്ഷെ പലരും ഉൾവലിയന്മാരാണ്. നിങ്ങൾ ആരെയാ? നിങ്ങളുടെ ടാലന്റ് തെളിയിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങളുടെ ടാലന്റ് മക്കളെ, സ്പിരിച്വൽ ലൈഫിൽ ടാലന്റിന് വൈക്കോലിന്റെ വില പോലും ഇല്ല. ടാലന്റിന് വൈക്കോലിന്റെ വില പോലും ഇല്ല. അതൊക്കെ ഞാൻ പഠിച്ചതാ. ഇനി വിദ്യാഭ്യാസത്തിന്റെ വില എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് വായിക്കാൻ നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ വില വരും. അവിടെ എൻ്റെ ചിന്തയെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. വിദ്യാഭ്യാസം ഇല്ലാത്തവർ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നുണ്ട്. ദൈവദാസന്മാർ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നുണ്ട്. 10ാം ക്ലാസ് പാസ്സാകാത്ത ദൈവദാസന്മാർ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നുണ്ട്. ഓർക്കണം, അപ്പൊ കൃപ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, കൃപ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇംഗ്ലീഷിൽ ലേഖനങ്ങൾ എഴുതുന്നുണ്ട്. ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ലാത്തവർ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ട്. 10ാം ക്ലാസ് പാസ്സാകാത്തവർ കൃപ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. ഓ ഹല്ലേലൂയ. പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. ഇങ്ങനെ കയറി വരുക. കൃപ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമുക്കില്ലാത്ത കാര്യങ്ങളെ നമ്മിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ദൈവത്തിന്റെ കൃപ. അവിടുന്ന് ഇനി തേജസ്സിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഞാൻ പക്ഷെ അതിലോട്ട് പോകുന്നില്ല. We knowing that
Suffering produces endurance and endurance produces character. ഒരു സ്പിരിച്വൽ ക്യാരക്ടറിനെ കുറിച്ചാണ് അവിടെ പൗലോസ് ശ്ലീഹ പറയുന്നത്. കഷ്ടങ്ങൾക്കകത്തും നമുക്ക് വിട്ടുവീഴ്ചകളില്ലാത്ത ഒരു ക്യാരക്ടർ. സാഹചര്യങ്ങൾ മാറി മറിയുന്നതിനനുസരിച്ചും വേരിയേഷൻ വരാത്ത സ്റ്റേബിൾ ആയിട്ടുള്ള കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ക്യാരക്ടർ പലർക്കും ഇല്ലാത്ത അതാണ്. സന്തോഷം ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ്, സങ്കടം ഉണ്ടെങ്കിൽ പിന്നെ ആൾ ഈ ഭൂമിയിലുണ്ടെന്ന് പോലും നമുക്കറിയത്തില്ല. പിന്നെ ആള് പൊന്തുന്നത് സന്തോഷമുള്ള സമയത്താണ്. നമ്മുടെ മൂഡ് സ്വിങ്സിനനുസരിച്ചിരിക്കുന്നതാണ് നമ്മുടെയൊക്കെ ആത്മീയത, അല്ലേ? നമ്മുടെ മൂഡ് സ്വിങ്സിനനുസരിച്ചിരിക്കുന്നതാണ് നമ്മുടെയൊക്കെ ആത്മീയത. നല്ല മൂഡുണ്ടോ, ഒരു സന്ദേശം കേട്ടേക്കാം, ഒരു കൂട്ടായ്മ കൂടിയേക്കാം, ഒരു വിളി വിളിച്ചേക്കാം. മൂഡ് സ്വിങ്സിനനുസരിച്ചിരിക്കുന്നതാണ് നമ്മുടെയൊക്കെ ആത്മീയത. പക്ഷെ പൗലോസ് പറയുന്നു കൃപ വർക്കിംഗ് അല്ലെന്ന. കൃപ വർക്കിംഗ് അല്ലെന്ന. സാഹചര്യത്തിനനുസരിച്ച് പൊന്തുന്ന ആത്മീയതയല്ല. വീട്ടിലത്തെ അറ്റ്മോസ്ഫിയർ ശരിയല്ലാത്തവ അണഞ്ഞു പോകുന്ന ആത്മീയത അല്ലെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. വേറെ അർത്ഥമൊന്നുമില്ല. Knowing that suffering produces endurance, endurance produces character, and character produces hope. നല്ല സ്വഭാവമുള്ളവന് നല്ല പ്രത്യാശ ഉണ്ടാവും. വേറൊരു വചനമുണ്ട്, നിന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയുമില്ല. രണ്ട് വചനോടെ കണക്റ്റ് ആയോ? നിന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല. മക്കളെ, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല എന്ന് സങ്കീർത്തനങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ആരുടെ പ്രത്യാശയ്ക്കാണ് ഭംഗം വരാത്തെ? നല്ല സ്വഭാവം ഉള്ളവന്റെ പ്രത്യാശയ്ക്കാണ് ഭംഗം വരാത്തെ. ഈ വന്നേ എൻ്റെ കൂടെ വന്നേ, ഞാൻ ഇപ്പം നിർത്തിത്തരാം, ഇപ്പം നിർത്തിയേക്കാം മെസ്സേജ്, നിങ്ങളാരും പിണങ്ങരുത്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വന്നേ. ആത്മാവിനെ നശിപ്പിക്കുന്ന ശാപങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ, അറിയാവോ? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാമത്തെ അധ്യായം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാമത്തെ അധ്യായം 9 മുതൽ താഴേക്ക് വായിച്ചേ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാമത്തെ അധ്യായം 9 മുതൽ താഴേക്ക് വായിച്ചേ. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമില്ല ആക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? ഈ അന്യായം ചെയ്യുന്നവർ എന്ന് പറയുമ്പോൾ ന്യായമല്ലാത്ത എല്ലാ അന്യായം എന്നാണ് ഞാൻ പഠിച്ചേക്കുന്നത്. ന്യായമല്ലാത്ത എല്ലാം അന്യായം. അവർ ദൈവരാജ്യം അവകാശമാക്കയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? വീണ്ടും, നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിക്കുവിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. എനിക്ക് നിങ്ങളുടെ ശ്രദ്ധ അധികം ആവശ്യം. കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. കഴുകി ശുദ്ധീകരണവും നീതീകരണവും എവിടെ പോയി കഴുകുന്നേ പറയുന്നേ? എവിടെ പോയി കഴുകി? അല്ല, എവിടെ കഴുകി? കമാൺ, റാൽബ്രാഖാസിയ. കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. നമ്മുടെ ദേഹിയെ സംബന്ധിക്കുന്ന, നമ്മുടെ സോൾ, ദേഹിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് അവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ദേഹിയിൽ നടന്നിരിക്കുന്ന പ്രവൃത്തികളെ കുറിച്ചാണ് പൗലോസ് ലീഗ അവിടെ പറഞ്ഞേക്കുന്നത്. നിങ്ങളൊന്ന് എൻ്റെ കൂടെ ഒന്ന് വന്ന്, നമ്മുടെ ദേഹിയിൽ 3 കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ പൗലോസ് അതല്ലേ അവിടെ പറയുന്നേ? നോക്കട്ടെ, പൗലോസ് അവിടെ പറയുന്ന നോക്കിയേ. എങ്കിലും നിങ്ങളിൽ ചിലർ ഈ വകക്കാരായിരുന്നു, എങ്കിലും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും. മക്കളെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ
ഒന്നും നടക്കാത്തോണ്ട് ദൈവം അനുഗ്രഹിക്കാത്തോണ്ട് ദൈവം തൊടാത്തോണ്ട് പ്രവർത്തിക്കാത്തോണ്ടൊന്നും അല്ല. ദേഹിയിൽ നടക്കുന്ന 3 കാര്യം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ കത്തും. ദേഹിയിൽ 3 കാര്യം നടന്നു. നമുക്ക് ഭൗതിക അനുഗ്രഹങ്ങൾ ആവശ്യമുള്ളതുപോലെ തന്നെ എന്ന് ഞാൻ പറയത്തില്ല. ഭൗതിക അനുഗ്രഹങ്ങൾ ആവശ്യമാണ്, പക്ഷെ അതിനേക്കാൾ ആവശ്യമാണ് നമുക്ക് ആത്മീയ അനുഗ്രഹങ്ങൾ. ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവുകൾ ആവശ്യമാണ്, അതിനേക്കാൾ ആവശ്യമാണ് ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ച് അറിവുകൾ. ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തി മനസ്സിലാക്കുന്നില്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ കുടുംബ വഴക്കുണ്ടാവും. കാരണം കുടുംബത്തിനകത്ത് വഴക്കുണ്ടാക്കുന്ന ആത്മാവ് ഏതാണെന്ന് തിരിച്ചറിയാൻ അവന് കഴിഞ്ഞില്ലെങ്കിൽ അവൻ ഭാര്യയെ തൂക്കിയിങ്ങെടുക്കും, ഭാര്യ അയാളുടെ തലമുടിക്കും തൂക്കിയിങ്ങെടുക്കും. തലമുടി ഉണ്ടെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ ഷർട്ടിനെങ്കിലും കുത്തിപ്പിടിച്ചിങ്ങെടുക്കും. കാരണം അവിടെ സ്പിരിച്വാലിറ്റി വർക്ക്, അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല. സംഭവം ചർച്ചയിൽ പോകുന്നവരായിരിക്കും, ദൈവവചനം കേൾക്കുന്നവരായിരിക്കും, പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്നവരായിരിക്കും, പക്ഷേ പ്രൊഡക്ഷൻ നടക്കണ്ടേ? കൃപയും പരിശുദ്ധാത്മാ, ഇതിന്റെ പ്രൊഡക്ഷൻ നടക്കണ്ടേ? പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നടക്കണം. പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്. നടക്കണ്ടേ? സ്തോത്രം. അപ്പൊ വീട്ടിനകത്ത് വഴക്കുണ്ടാക്കുന്ന സാധനം എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ സ്പിരിറ്റിനെ ഐഡന്റിഫൈ ചെയ്യണം. കുത്തി പറയുന്ന സാധനം എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ സ്പിരിറ്റിനെ ഐഡന്റിഫൈ ചെയ്യണം. നമുക്കൊരു ഭാര്യ ഉണ്ടെങ്കിൽ വേറൊരു ഭാര്യയെ നോക്കാൻ തോന്നുകയാണെങ്കിൽ, വേണ്ടാത്ത രീതിയിൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ, മോനെ നമ്മിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റ് എന്താണെന്ന് തിരിച്ചറിയണം. നമുക്ക് ഭർത്താവ് ഉണ്ടെങ്കിലും വേറൊരു ഭർത്താവിനെ കാണുമ്പോൾ ഒയ്യോ 6 പാക്ക് 1 ചാക്ക് എന്ന് പറയാൻ തോന്നുകയാണെങ്കിൽ, അദ്ദേഹത്തിന് 6 പാക്ക്, എൻ്റെ ഭർത്താവിന് 1 ചാക്ക് വലിയ വയറാണെന്ന് തോന്നുവാണെങ്കിൽ സ്പിരിറ്റിനെ തിരിച്ചറിയണം. കൃപ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിനല്ല. പരിശുദ്ധാത്മാവ് പകരുന്നത് അതിനല്ല. ലേഖായ റഹോസിയ നമ്മുടെ ദേഹിയെ വീണ്ടെടുത്ത കാര്യങ്ങളാ പറയുന്നത്. വാവിഷ്ടാണക്കാർ വചനം പറഞ്ഞാണ്ടോ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ? കേട്ടില്ല ആരും, കേൾക്കാത്തവർക്കായിട്ട് ഒന്നുകൂടെ വായിക്കാം. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഓക്കെ. ദുർനടപ്പുകാർ, നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിക്കുവേൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ടാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പൊ പിന്നെ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് പൗലോസ് പറയുന്നുണ്ടല്ലോ, എങ്കിലും നിങ്ങളിൽ ചിലർ ഇങ്ങനെയൊക്കെ ആയിരുന്നു എങ്കിലും നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും തുള്ളാനും ചാടാനും അല്ല ഇവിടെ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെയോ ചില പ്രൊഡക്ഷൻ നടക്കണം. പ്രൊഡക്ഷൻ നടന്ന് ആ പ്രൊഡക്ഷന്റെ പ്രവർത്തികൾ വെളിപ്പെടണം. അന്നേരം പറയാണ്, നമ്മുടെ യേശുവിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. എന്താണ് ആ നീതീകരണം? ദേഹിയെ രക്ഷിക്കുന്ന 3 കാര്യങ്ങളാണ് അവിടെ നടന്നേക്കുന്നത്. ഒന്ന്, കഴുകപ്പെട്ടു. നമ്മുടെ ദേഹി കഴുകപ്പെട്ടു. 2, നമ്മുടെ ദേഹി ശുദ്ധീകരിക്കപ്പെട്ടു. 3, നമ്മുടെ ദേഹി നീതീകരിക്കപ്പെട്ടു. എനിക്കതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ടൈം ഇല്ല, അതുകൊണ്ട് ഞാൻ ഇത് 3 മാത്രം പറയാം. കഴുകപ്പെട്ടു, അതിന്റെ ഗ്രീക്ക് പദം എന്ന് പറയുന്നത് അപ്പോലുവോ എന്നാണ്. അപ്പോലുവോ, കഴുകപ്പെട്ടു എന്ന് പറയുമ്പോൾ അപ്പോലുവോ എന്ന് പറയുമ്പോൾ ദൂരത്തേക്ക് മാറ്റി. ചിലതൊക്കെ നമ്മിൽ നിന്ന് ദൂരെ നിന്നാലും നോക്കി വലിച്ചു കടുപ്പിക്കും. എന്തിനാന്നേ? വേണ്ടാത്ത കാര്യങ്ങൾ. ദൂരത്ത് നിന്നാലും ചിലതിനെ നോക്കി ട്യൂൺ ചെയ്ത് വലിച്ചടുപ്പിക്കും. വേറെ പണിയൊന്നുമില്ലേ? സ്തോത്രം. അപ്പോലുവോ, നമ്മുടെ ദേഹിയിൽ നിന്ന് മാറേണ്ടതിനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകി ദൂരെ മാറ്റി നിർത്തിയേക്കുക. അതിനൊരു സമയം വെച്ചിട്ടുണ്ട്, അതിനുവേണ്ടിയാ ദൂരെ മാറ്റി വെച്ചേക്കുക. പിന്നെയും നമ്മൾ കളഞ്ഞതിലേക്ക് തന്നെ പിന്നെയും നോക്കും. കളഞ്ഞ സ്വഭാവം, കളഞ്ഞ ബന്ധങ്ങൾ, കളഞ്ഞ ചിന്തകൾ, കളഞ്ഞ സംസാരം. ചിലർ പറയാ, ഇനി മേലിൽ ഞാൻ സീരിയൽ കാണത്തില്ല. പിന്നെ അതേ സമയം ഒരാഴ്ച ഓക്കെയാണ്,
വീണ്ടും അതേ സമയമാകുമ്പോൾ വീണ്ടും മെല്ലെ പുള്ളി ഏതോ ആത്മാവ് കൊണ്ടുപോകുന്ന പോലെ പോയി ടി വിയുടെ മുമ്പിൽ ഇരുന്ന് 3 മണിക്കൂർ പോയി കിട്ടും. സ്തോത്രം. ചില വ്യക്തികൾ പറഞ്ഞാൽ ഇന്ന് മുതൽ ഞാൻ പ്രാർത്ഥിച്ചിരിക്കും. 2 ദിവസം ഭയങ്കര ആരാധനയും തുള്ളിച്ചാട്ടമായിരിക്കും, 3-ാമത്തെ ദിവസം ബെഡിൽ കിടക്കുന്ന കാണാം, എഴുന്നേക്കത്തില്ല. ദൂരെ മാറ്റി നിർത്തിയേക്കുന്നത് പിന്നെ എൻ്റെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ കുഴപ്പമാണ് അത്. ഓക്കെ, സമയം പോവാ, നിർത്തുക. അപ്പം ഞാൻ പെണ്ണിൽ നിന്ന് കഴുകി മാറ്റിക്കളഞ്ഞ സാധന. രണ്ടാമത് പറയുകയാണ് എൻ്റെ ദേഹി ശുദ്ധീകരിക്കപ്പെട്ടു. ഹഗിയാഡ്സോ, ഗ്രീക്ക് പദം അതിൻ്റെ ഹഗിയാഡ്സോ എന്നാണ് പറയുന്നത്. ശുദ്ധീകരിക്കപ്പെട്ടു, ഹഗിയാഡ്സോ എന്ന് പറയുമ്പോൾ എന്നെ പാപത്തിൽ നിന്നും ദൈവത്തിങ്കലേക്ക് തിരിക്കുക. ഒരു തിരിവ് നടന്നിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ. ഹഗിയാഡ്സോ എന്ന് പറയുന്നത് ഞാൻ നിൽക്കുന്ന ആ കോർണറിൽ നിന്ന്, ആ ഇരുട്ടിൽ നിന്ന് എന്നെ പ്രകാശത്തിങ്കിലേക്ക് തിരിച്ചു. ഡൈനാമിക് പവറാണത് ഹഗിയാഡ്സോ. അപ്പോൾ എൻ്റെ ദേഹിയെ നോക്കിയേ, തിരിഞ്ഞിരുന്ന എൻ്റെ ദേഹിയെ തിരിയേണ്ടടുത്തേക്ക് തിരിച്ചു വെച്ചതാണ് എൻ്റെ കർത്താവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. മൂന്നാമത് നീതീകരിക്കപ്പെട്ടു, ഡിക്കായിയോവോ, നീതീകരിക്കപ്പെട്ടു. ഗ്രീക്ക് പദം എന്ന് പറയുന്നത് ഡിക്കായിയോവോ, നീതീകരിക്കപ്പെട്ടു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മേലുള്ള നീതിയാൽ ഞാൻ നീതിമാനായി കുറ്റമില്ലാത്തവനായി എന്നെ പ്രഖ്യാപിച്ചു, നീതീകരിക്കപ്പെട്ടു. ഈ 3 കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് സ്വീകരിച്ചത് കൊണ്ട് നാം കയറിയ കൃപ. ഞാൻ ഏത് കൃപയിലാണ് പ്രവേശിച്ചതെന്ന് മനസ്സിലായോ? ഞാൻ ഇത്രയും കാര്യങ്ങൾക്ക് ഈ 3 വാക്ക് ഞാൻ പറഞ്ഞു. അപ്പോലുവോ, ഡിക്കായിയോവോ, ഹഗായിഡ്സോ. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഈ 3 കാര്യങ്ങൾക്കകത്ത് എത്ര കാര്യങ്ങൾ നടന്നിരിക്കുന്നതെന്നറിയാമോ? ഈ 3 പ്രവർത്തികൾക്കകത്ത് എത്ര പ്രവർത്തികൾ നടന്നിരിക്കുന്നതെന്നറിയാമോ? അത് ഓരോ വചനങ്ങളായിട്ട് എടുത്ത് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം പോരാ. ദൈവം വെറുതെ അല്ല നമ്മളെ പരിശുദ്ധാത്മാവിൽ നിറച്ചത്. ഒരു പ്രോസസ്സ് നമ്മൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഇനി ശ്രദ്ധിക്കേണ്ടത് എൻ്റെ ഭാഗത്താണ്. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പാർട്ടാണ്. ഞാൻ ആ കൃപയ്ക്കകത്ത് നിൽക്കുന്നുണ്ടോ? നമ്പർ 1. ആ കൃപ എന്നിൽ ആക്റ്റീവാണോ? നമ്പർ 2. നമ്പർ 3, പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ടോ? നമ്പർ 4. അങ്ങനെയാണെങ്കിൽ എന്നിലൊരു എൻഡ്യൂറൻസ് ഉണ്ടോ? എന്നിലൊരു ക്യാരക്ടർ ഉണ്ടോ? എന്നിലൊരു ടോളറൻസ് ഉണ്ടോ? ഞാൻ ആക്റ്റീവാണോ? ഞാൻ ഇപ്പോൾ കൃപയിലാണോ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാനുണ്ട്. അതിനകത്ത് എവിടെയെങ്കിലും വിട്ടുവീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് ക്ഷമ ചോദിച്ച് ഇന്ന് ആ ദൈവശക്തിയിലേക്ക് തിരിഞ്ഞു വരാൻ പോവുകയാണ്. നിങ്ങൾ എത്ര പേർ തയ്യാറാണ് ആ ദൈവശക്തിയിലേക്ക് തിരിഞ്ഞു വരാൻ? ആ ദൈവശക്തിയിലേക്ക് തിരിഞ്ഞു വരാൻ പോവുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ലൈഫിലൊരു തിരിവ് നടക്കേണ്ടത് ഇങ്ങനെയുള്ള മേഖലകളിലാണ്. നമ്മുടെ ലൈഫ് തിരിയേണ്ടത് ഇങ്ങനെയുള്ള മേഖലകളിലാണ്. ആ കൃപയിലേക്ക് ഞാൻ വരാൻ പോവുക. എത്ര പേര് പറയാം? ആ കൃപയിലേക്ക് ഞാൻ വരാൻ പോവുക. ഇതൊരു പ്രൊഡക്ഷൻ ഇതിനകത്ത് ആരംഭിക്കും. കഷ്ടത കൊണ്ട് ദൈവത്തോട് പിണങ്ങുന്ന വ്യക്തികൾ ഇന്ന് ആ സ്വഭാവത്തിനകത്തുനിന്ന് തിരിയും. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നില്ല എന്ന് പരാതി പറയുന്നവർ ഇന്ന് ആ അവസ്ഥയിൽ നിന്ന് തിരിയും, മാറും. ഷേൽബാക്കായ, ലേംഥൂനിയ, റേഥൈമ, റേൽഘോഷ്, നബാസ്കോ. കൃപയിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കാൻ പോവുക. കൃപയിലേക്ക് കർത്താവ് നിന്നെ പ്രവേശിക്കാൻ പോവുക. കൃപയിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കാൻ പോവുക. ലീമാര സീക, ലേഥോരോ, റേഷേമാക, ഏബീനിയ, റേഥീനി. എല്ലാ ഇരുട്ടിൻ്റെ ദൃഷ്ടികൾ നിന്റെ ജീവിതത്തിൽ നിന്ന് പൊട്ടിമാറാൻ പോവുക. നിന്റെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ദൈവത്തിൻ്റെ ദൃഷ്ടിക്ക് പകരം നിങ്ങളെ ഒതുക്കുന്ന ചില ദൃഷ്ടികളെ, നിങ്ങളെ നശിപ്പിക്കുന്ന ചില ദൃഷ്ടികളെ, നിങ്ങളെ നോട്ടമിട്ടിരിക്കുന്ന ഇരുട്ടിൻ്റെ ദൃഷ്ടികളെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ, നമ്മെ നോട്ടമിട്ടിരിക്കുന്ന ഇരുട്ടിൻ്റെ ദൃഷ്ടികളെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കത്തിക്കുന്നു. റാൽമീപ്പ റഠോബോഷ യഥായാലാമ ലീബ ഖമോഷ ടെറിന റഗാൽബ ലീംതുനി ഷേഗിർമ റഠൂരുഷിബ റീഡബാൽ അംദരിരിവിഗ ധൂബബബശിഗ ഖമോനറദിഗ ശലാദവ. യേശുവേ, കൂടി വന്നിരിക്കുന്ന ഓരോ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരം തൊട്ടു തുടങ്ങണമേ. വിശ്വസിക്കുന്ന ഓരോ ജനത്തെയും തൊട്ടു തുടങ്ങണമേ. ഈ സെക്കൻഡിൽ തൊട്ടു തുടങ്ങണമേ. ഒരു വശത്ത് നിന്ന് തന്നെ അത് ആരംഭിക്കണേ. തൊട്ടു തുടങ്ങണമേ. യേശു എന്നെ തൊടുന്നു എന്ന് തിരിച്ചറിയുന്ന നിലകളിൽ
കർത്താവിനെ കഴുകുന്നു തിരിച്ചറിയുന്ന നിലകളിൽ ദൈവത്താൽ കഴുകപ്പെട്ടിട്ട് വീണ്ടും പാപത്തിനകത്തും ശാപത്തിനകത്തും കുടുങ്ങിപ്പോയ ചില വ്യക്തികളിൽ ഇപ്പോൾ യേശുവിന്റെ കൈ വരട്ടെ, യേശുവിന്റെ കൈ വരട്ടെ, യേശുവിന്റെ കൈ. റേംബാഷി ലിബെരി ബറു ടൗ റേമെ സിരാബ ശേഖരി ധാര ദിഗാരലമി സർഗവേ ദിഗഞ്ചവ ശാമ. കർത്താവിന്റെ ശക്തി വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഞാനത് ഡിക്ലെയർ ചെയ്യുകയാണ്, ദൈവശക്തി ഡിക്ലെയർ ചെയ്യുന്നു. ഇപ്പോൾ യൂട്യൂബിൽ കാണുന്ന ഓരോ വ്യക്തികളുടെ മേലും അത് ഇപ്പോൾ പതിയട്ടെ. നിന്നെ കഷ്ടതയ്ക്കകത്താണോ സാത്താൻ തളച്ചിട്ടിരിക്കുന്നത്? നിന്നെ കടഭാരത്തിനകത്താണോ തളച്ചിട്ടിരിക്കുന്നത്? രോഗത്തിനകത്താണോ തളച്ചിട്ടിരിക്കുന്നത്? നിന്റെ കഴിവുകളെ ശത്രു ബന്ധിച്ചു വെച്ചിരിക്കുകയാണോ? കൃപ വർക്കൗട്ട് ആകുകയാണ്, കൃപ വർക്കൗട്ട് ആകുകയാണ്, കൃപ വർക്കൗട്ട് ആകുകയാണ്. ഒരു പുതിയ ശക്തിയും ഒരു പുതിയ അഭിഷേകവുമായി സ്വർഗം നിന്റെ മേൽ ഇറങ്ങി വരികയാണ് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പട്ടണത്തിൽ നിന്ന് തന്നെ വെല്ലുവിളിച്ച് കൊന്നുകളയാൻ പദ്ധതിയിട്ട ഏലിയാവിനെ പോഷിപ്പിക്കാൻ ദൈവം ഒരു കാക്കയെ അയച്ചതുപോലെ, ആമേൻ ആമേൻ, പ്രയോജനപ്പെടേണ്ട താങ്കളെ ശത്രു എന്ത് ജീവിതത്തിൽ കൊണ്ടുവന്ന് ബന്ധിച്ചിട്ട് വിശ്വാസവും പ്രാർത്ഥനയും കുറച്ചു കളയുവാൻ ശ്രമിച്ചാലും ദൈവം ഒരു കാക്കയിലൂടെ ഒരു അപ്പം കൊടുത്തതുപോലെ ഇന്നൊരു ദൈവശബ്ദം നിന്നെ പോഷിപ്പിച്ചുകൊണ്ടിരിക്കുക. ഉണരാൻ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, ഉണരാൻ ദൈവം പറയുന്നു, ഉണരാൻ ദൈവം പറയുന്നു. വിശ്വസിക്കുന്നവന്റെ ശിരസിന്മേൽ ദൈവകരം വരുന്നു, വിശ്വസിക്കുന്ന ശിരസിന്മേൽ ദൈവകരം വരുന്നു, വിശ്വസിക്കുന്ന ശിരസിന്മേൽ ദൈവകരം. Come on, touch in the name of Jesus. Lebeisa, Roda, Relema, Shadela, Regeba, Alma, Thibara, Haduni Visha. പിതാവേ, ഞാൻ ഈ ജനത്തെ അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു. സ്വർഗീയ ശക്തി കൊണ്ട് നിറച്ച പരിശുദ്ധാത്മാവ് കൊണ്ട് ബലപ്പെടുത്തി ആത്മാവിൽ ഇവരെ ശക്തരാക്കി മാറ്റിയതിനായി സ്തോത്രം. ഈ ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കുന്നല്ലോ. ഷേൽബ്രാഖായ ലേം ധൂനോറ ഷേരിരാര റിഗാഛാൽബ്ര ദിബാറൂനിതാബ ഷേരിലിരിഗാര ആംധേനഗാന ചൂടാനരാജ ഗൈതരക്ഷ ബൗഡ ബൗഡ. ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഈ ഭയങ്കര ഭയം കൊണ്ട് നിൽക്കുന്ന ചില വ്യക്തികൾ, അത് ഫ്യൂച്ചറിനെ കുറിച്ചോ ലൈഫിനെ കുറിച്ചോ എന്തോ ഭയങ്കര ഭയം കൊണ്ട് നിൽക്കുന്ന ചില വ്യക്തികളെ കർത്താവ് ഫ്രീ ആക്കാൻ പോവുകയാണെന്ന് എന്നോട് ആത്മാവ് പറയാം. ഒരു ഡെലിവറൻസ് നടക്കുകയാണ്. ഈ സന്ദേശത്തിനകത്തൊരു ഡെലിവറൻസ് ഉണ്ട്. ഇന്ന് ഈ മെസ്സേജിനകത്ത് ഇന്നൊരു ഡെലിവറൻസ് ഉണ്ട്. In the name of Jesus. പ്രാർത്ഥിച്ച് എല്ലാ ദൈവമക്കളൊന്നും പ്രാർത്ഥിച്ചു, ഒരു ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ ആ ഭയം കൊണ്ടിട്ട് കഴിവുകളെ പോലും ബന്ധിച്ചു കളഞ്ഞ അവസ്ഥകൾ, വിദ്യാഭ്യാസത്തെ തടഞ്ഞ അവസ്ഥകൾ, ടെസ്റ്റുകളോടുള്ള ഭയം, പരീക്ഷയോടുള്ള ഭയം, ഇന്റർവ്യൂവിനോടുള്ള ഭയം, ലാംഗ്വേജിനോടുള്ള ഭയം, അതിൻ്റെ അവകാശത്തെ, ആ ഭയത്തെ യേശുവിൻ്റെ നാമത്തിൽ ഛേദിക്കുകയാണ്. ഡെലിവറൻസ് റിലീസ് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു. In the mighty name of Jesus. ഈ ജനത്തെ അവിടുന്ന് തൊട്ട് വിടുവിച്ചിരിക്കാൻ നന്ദി പറയുന്നു. എല്ലാ മഹത്വം അങ്ങേയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഒരു വിടുതൽ നടന്നിട്ടുണ്ട് കേട്ടോ ദൈവമക്കളെ. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ ഈ നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ മീറ്റിംഗ് രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും എല്ലാ ദിവസവും ഉണ്ട് യൂട്യൂബിൽ. നിങ്ങൾ എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഞങ്ങളുടെ മീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ അറിവ് കൊടുക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അടുത്ത ദിവസം പുതിയൊരു സന്ദേശവുമായി പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളുടെ മുമ്പിൽ അയക്കുന്നതുവരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മളെ എല്ലാവരെയും സൂക്ഷിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.